ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ റമദാൻ സീരീസിലെ നെക്സ്റ്റ് ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഓയിലി സ്നാക്കിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഓയിലൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ ആവിയിൽ വേവിച്ചൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബാവു ബന്നാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് നമ്മൾ ചിക്കൻ ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല എല്ലാം ചേർത്തിട്ട് ഒന്ന് ഓയിലിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതേ പാൻ തന്നെ നമുക്ക് ചിക്കൻ മാറ്റിയതിന് ശേഷം ഉള്ളിയും 2 ഉള്ളി കട്ട് ചെയ്തത് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കുറച്ച് വലിയ ക്യാപ്സിക്കം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഹാഫ് പീസ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മസാല ഈ ഒരു മസാല എന്ന് വെച്ചാൽ ഉള്ളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കുന്ന ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ടൈം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതിനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ചിക്കൻ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് സോസായിട്ട് ഞാൻ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ഗരം മസാല, കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിന് എരിവുള്ളതുകൊണ്ട് തന്നെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. ലാസ്റ്റായിട്ട് നമ്മുടെ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ എളുപ്പത്തിലുള്ളൊരു മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചില്ലീൻ്റെ ഒരു ടേസ്റ്റിൽ വരുന്ന മസാലയാണ് കേട്ടോ ചിക്കൻ ചില്ലീൻ്റെ. ഇനി മസാല അവിടെ നിന്ന് ചൂടാകുന്ന ടൈം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഡോ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു 3 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഡയറക്റ്റ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഷുഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാല് ചേർത്തിട്ടാണ് നല്ലോണം സോഫ്റ്റായിട്ട് നമ്മുടെ ഡോ കുഴച്ചെടുക്കുന്നത്. നമ്മൾ ചപ്പാത്തി മാവിനെ പോലത്തെ പിന്നെ അതിനെക്കാട്ടിയും കുറച്ചും കൂടി സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലൊന്ന് നമ്മളെ മാവൊന്ന് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിൽ ചേർത്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം 1 മണിക്കൂർ വെച്ചാൽ തന്നെ ഈ ഒരു ചൂടിന് നല്ലോണം നമ്മുടെ മാവ് പൊന്തി വരുന്നതായിരിക്കും. ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ മാവ് പൊന്തി വരും. ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ടൈം അധികം വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മാവെല്ലാം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂറേ വെച്ചിട്ടില്ലൂ. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വെക്കുന്നതിന് ഒരു പ്രശ്നമൊന്നുമില്ല. ഇനി ഒന്നും കൂടി നമ്മളെ മാവൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. മാവ് എത്രത്തോളം സോഫ്റ്റായിട്ട് കുഴക്കുന്നത് അതുപോലെ ഉണ്ടായിരിക്കും നമ്മുടെ റെസിപ്പിയും നന്നായിട്ട് വരിക. ഇനി ഇതിൽ നിന്ന് ചെറിയ ബോൾസായിട്ട് നമ്മൾ ചെറിയ ബോൾസായിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ല തിന്നായിട്ടില്ല, കുറച്ച് കട്ടി തന്നെ നമ്മളൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നല്ലോണം തിന്നാവരുത്, കട്ടി തന്നെയാണ് നമ്മൾ ബന്ന് എന്നല്ല ഇത് വരുന്നത്. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെയാണ് വേണ്ടത്. ഇനി ഇത് നമുക്ക് കുറച്ച് ഓയിൽ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. നമുക്കിത് ആവിയിൽ വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആവി പാത്രത്തിൽ വെച്ചിട്ടൊന്ന് ആവിയേറ്റിയെടുക്കാം. നിങ്ങൾക്കിത് ഈ സെയിം റെസിപ്പി തന്നെ നടുക്കേ കൂടെ മടക്കാണ്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്തിട്ടും എന്നിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടും ഫില്ലിങ് നിറച്ചെടുത്താൽ നമ്മൾ പോക്കറ്റ് ഷവർമ അങ്ങനെയും ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഓയിൽ ഇല്ലാത്തതായതുകൊണ്ട് നമ്മളിതൊന്ന് ആവിയേറ്റി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആവിയേറി എടുക്കാൻ കഴിയും കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വേഗം ആവി കയറി കിട്ടും. അപ്പോൾ നമ്മളെ ബണ്ണെല്ലാം ആവിയേറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അരിപ്പയിൽ നിന്ന് മാറ്റിയെടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബണ്ണാണ്. നമുക്ക് കുറച്ച് നല്ല കട്ടിയിൽ പരത്തിയാലേ നല്ല ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ബണ്ണായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ചിക്കൻ ഫില്ലിങ് നേരത്തെ റെഡിയാക്കിയിട്ടില്ലേ, അത് നമുക്കിതിലേക്ക് നിറച്ച് കൊടുക്കാം. അതിന് മുന്നേറ്റ് ഞാനിവിടെ കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കുന്നുണ്ട്. മയോണൈസും സോസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് തേച്ച് കൊടുക്കാവുന്നതാണ്. മയോണൈസ് നല്ലോണം സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഏത് ടൈപ്പോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇതൊരു ചില്ലി ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റിൽ വരുന്നൊരു ഫില്ലിങ്ങാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫില്ലിങ്ങിൽ നല്ലോണം തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലോണം ഫില്ലിങ്ങിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് സോസോട് ജസ്റ്റ് ഒന്ന് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. നമുക്ക് മല്ലിച്ചപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് മെയിലിൽ വെച്ച് കൊടുക്കാം. മെയിലിൽ ഞാൻ കുറച്ച്
മയനീസും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് സിഗ്സാഗ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇന്നത്തെ റെസിപ്പി. സ്നാക്ക് ഇവിടെ ഇഷ്ടമായിരുന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ.